കഞ്ചാവോളി, വേടൻ കഞ്ചാവോളി എന്നൊക്കെ വിളിച്ചപ്പം ഒരുപാട് കുരുവട്ടി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വേടൻ അങ്ങനെ കഞ്ചാവോളി എന്നൊന്നും വിളിക്കാൻ പാടില്ല. കഞ്ചാവോളി എന്നല്ലാതെ പിന്നെ വേടൻ എന്താണോ വിളിക്കേണ്ടത്? സ്ത്രീ പീഡകൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? വരും കാലങ്ങളിൽ മലയാളത്തിന്റെ ഗാനരചയിതാവ് വയലാറിനോടൊപ്പം, അല്ലേ, ONV കുറുപ്പിനോടൊപ്പം, ശ്രീകുമാരൻ തമ്പി സാറിനോടൊപ്പം അവരോടൊക്കെ ചേർത്ത് വെക്കാവുന്ന മനോഹരമായ ഗാനങ്ങൾ രചിച്ച ഒരാൾ എന്നുള്ള രീതിയിലാണോ ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന അവാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഈ നെറികെട്ട, അല്ലെങ്കിൽ കേരളത്തിനാകെ അപമാനമായ ഇയാൾക്ക് ഈ അവാർഡ് കൊടുത്ത് ആദരിച്ചത്? ആ അവാർഡ് വാങ്ങാനുള്ള വേദിയിൽ വേടൻ എത്തുമ്പോഴേ മമ്മൂട്ടി അതിനൊപ്പം പോയി അവാർഡ് വാങ്ങും? എനിക്കറിയില്ല. ഇവിടുത്തെ ആരൊക്കെ പോയി അവാർഡ് വാങ്ങും ആ സ്ത്രീ പീഡകന്റെ കൂടെ? സൗമ്യയെ ഗോവിന്ദസ്വാമി ചെയ്തതുപോലെ തന്നെ ഒരാളുടെ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഗോവിന്ദസ്വാമി ചെയ്തത്. പക്ഷെ വേടൻ ഇതേപോലെ എത്ര പെൺകുട്ടികളെ, എത്ര സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ രേഖകളുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. നമുക്ക് ആദ്യം വേടന്റെ, അതായത് പ്രകാശ് രാജിന്റെ അധ്യക്ഷതയിലുള്ള അവാർഡ് നിർണയ കമ്മിറ്റി കോരിത്തരിച്ചു പോയ വേടന്റെ വരികളൊന്നും നിങ്ങൾ കേൾക്കണം കേട്ടോ. എന്നിട്ട് തീരുമാനിക്കണം ഈ അവാർഡ് കമ്മിറ്റിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് മനസ്സിലെങ്കിലും ആലോചിച്ച് തൃപ്തി അടയണം കേട്ടോ. ഇവിടെ തരണ്ടിവാല് കൊണ്ടോ അല്ലെങ്കിൽ പച്ചമട്ടൽ കൊണ്ടൊന്നല്ല ഇവരെ അടിച്ച് പൊള്ളിക്കേണ്ടത് കേട്ടോ. ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. വേടന്റെ ഈ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് ഇത്രമാത്രം ആവേശം കാണിക്കുന്നു അല്ലെങ്കിൽ രോഷം കൊള്ളുന്നു എന്നുള്ളത് വേടന്റെ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വയലാർ വാങ്ങിയ അവാർഡ്, അല്ലേ, ONV കുറുപ്പ് പലവട്ടം വാങ്ങിയ അവാർഡ്, ജയകുമാർ വാങ്ങിയ അവാർഡ്, യൂസഫ് അലി കേച്ചേരി വാങ്ങിയ അവാർഡ്. ആ അവാർഡാണ് സാധാരണ കള്ളുഷാപ്പിന്റെ മുമ്പിൽ, അല്ലേ, കള്ളുഷാപ്പിന്റെ മുൻപിൽ കള്ളടിച്ചിട്ട് പാടവരമ്പത്ത് കൂടെ തെറിപ്പാട്ടുപാടി നടന്നു പോകുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്കും കൊടുക്കണം അവാർഡ്. ഇതിനേക്കാൾ നല്ല വരികൾ നമ്മുടെ നാട്ടിലെ കള്ളുകുടിയന്മാർ പാടി നടക്കും കേട്ടോ. വേടൻ കഞ്ചാവോളി എന്നൊക്കെ വിളിച്ചപ്പം ഒരുപാട് കുരുവട്ടി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വേടൻ അങ്ങനെ കഞ്ചാവോളി എന്നൊന്നും വിളിക്കാൻ പാടില്ല. കഞ്ചാവോളി എന്നല്ലാതെ പിന്നെ വേടൻ എന്താണോ വിളിക്കേണ്ടത്? സ്ത്രീ പീഡകൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? വരും കാലങ്ങളിൽ മലയാളത്തിന്റെ ഗാനരചയിതാവ് വയലാറിനോടൊപ്പം, അല്ലേ, ONV കുറുപ്പിനോടൊപ്പം, ശ്രീകുമാരൻ തമ്പി സാറിനോടൊപ്പം അവരോടൊക്കെ ചേർത്ത് വെക്കാവുന്ന മനോഹരമായ ഗാനങ്ങൾ രചിച്ച ഒരാൾ എന്നുള്ള രീതിയിലാണോ ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന അവാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഈ നെറികെട്ട, അല്ലെങ്കിൽ കേരളത്തിനാകെ അപമാനമായ ഇയാൾക്ക് ഈ അവാർഡ് കൊടുത്ത് ആദരിച്ചത്? ആ അവാർഡ് വാങ്ങാനുള്ള വേദിയിൽ വേടൻ എത്തുമ്പോഴേ മമ്മൂട്ടി അതിനൊപ്പം പോയി അവാർഡ് വാങ്ങും? എനിക്കറിയില്ല. ഇവിടുത്തെ ആരൊക്കെ പോയി അവാർഡ് വാങ്ങും ആ സ്ത്രീ പീഡകന്റെ കൂടെ? പീഡിപ്പിക്കപ്പെട്ട് ജീവിതം ആകെ തകർന്നുപോയ ആ പെൺകുട്ടി, മുഖമില്ലാത്തവൾ, നമുക്ക് മുമ്പിൽ വരാൻ പതറിപ്പോകുന്നവൾ, ഈ അധമനെതിരെ കേസ് കൊടുക്കാൻ പോലും ശക്തിയില്ലാത്തവൾ, അവളാണ് പറയുന്നത് കേട്ടോ. വേടന്റെ കൂട്ടുകാരോട് എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വശമുണ്ടെന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലെ, ശ്രദ്ധിക്കണേ ഈ വാചകം, ഒരു പെൺകുട്ടിയാണ് പറയുന്നത് കേട്ടോ. പിറ്റേ ദിവസം ഞൊണ്ടി നടക്കുന്ന അവസ്ഥയിലാണ് എന്നെ വേടൻ എത്തിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്, അല്ലേ? അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും, ഇതിനെയാണ് അതിക്രൂരമായ ബലാത്സംഗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താല്പര്യമില്ല, എനിക്ക് കഴിയില്ല എന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ആര്? പ്രകാശ് രാജും ടീമും ഇപ്പോൾ ആദരിച്ച ഗാനഗന്ധർവനായ, സോറി ആ പദം ഞാൻ പിൻവലിക്കുന്നു, ഗാനഗന്ധർവൻ എന്നൊക്കെ നമ്മളിങ്ങനെ 1000 വട്ടം നമസ്കരിച്ച് മാത്രം പറയേണ്ട വാക്കുകളാണ് കേട്ടോ, യേശുദാസിനെയൊക്കെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട്.
എന്നിട്ട് വേടൻ പോയി കണ്ട അവന്റെ സുഹൃത്ത് സദസ്സുകളിലെ അവന്റെ കൂട്ടുകാരോട് വേടൻ പറയുകയാണ്, എടാ ഞാൻ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തടാ, അവക്ക് ഇനി നടക്കാൻ പറ്റില്ലടാ, അവൾ ഞൊണ്ടിയിട്ടാണടാ നടക്കുന്നത് എന്ന് പറഞ്ഞ അധമനാണ് കേട്ടോ വേടൻ. പ്രകാശ് രാജേ, നിന്റെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട് കൈയടിച്ചവരാണ് കേട്ടോ ഞങ്ങൾ. നിന്റെ രാഷ്ട്രീയം, എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയ ആദർശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യവും ഒക്കെ ഉണ്ടാവും. നിനക്ക് നിന്റേതായ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും, അതിലും കുറ്റപ്പെടുത്തുന്നില്ല. നിനക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം, ഒക്കെ ചെയ്യാം, അതിലൊന്നും ഒരു തകരാറും കാണുന്നില്ല. പക്ഷേ നീ വേടനെ ഒരു ഉപഹാരം, കേരള സർക്കാരിന്റെ ഉപഹാരമാണോ നീ കൊടുത്തത്? എന്ന് വെച്ചാൽ നീ ആരെയൊക്കെയാണ് കേട്ടോ അപമാനിച്ചത്, ആരെയൊക്കെയാണ് നീ അപമാനിച്ചത്? ആ വായിച്ച സജി ചെറിയാൻ പോലും, ആ മന്ത്രി പോലും ഇത് വായിക്കുമ്പോ ആ പേര് വിട്ടുകളയേണ്ടതായിരുന്നു. അതാണ് മന്ത്രി ചെയ്യേണ്ടത്. പ്രകാശ് രാജിന്റെ മുഖത്ത് നോക്കി ചോദിക്കണമായിരുന്നു, ഇവൻ 1 നമ്പർ ക്രിമിനൽ ആണ്, ഇവനല്ല അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറയണമായിരുന്നു സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ. അല്ലേ, സജി ചെറിയാൻ പോലും അഭിമാനത്തോടെയാണ് ആ പേര് വായിച്ചത്. ഞാൻ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ് മുഴുവനായിട്ട് വായിക്കുന്നില്ല കേട്ടോ, മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ ഒരു വിങ്ങുന്ന ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ കേസിന് പോകാൻ പോലും പറ്റാത്ത തകർന്നു പോയൊരു പെൺകുട്ടി. ഒരു പെൺകുട്ടിയല്ല, ഒരുപാട് പെൺകുട്ടികൾ. അവരും ഇന്ന് ഈ വാർത്ത കേൾക്കുന്നുണ്ട് കേട്ടോ, അവരും ഇന്ന് ഈ വാർത്ത കേൾക്കുന്നുണ്ട്. സജി ചെറിയാനെ, പ്രകാശ് രാജേ, വേടനെ ഇന്റർവ്യൂ ചെയ്യുന്ന, വേടനോട് പാട്ടുപാടാൻ ആവശ്യപ്പെടുന്ന മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരും മാധ്യമങ്ങളിലെ അവതാരകരുമൊക്കെ ഇവരെ കൂടി ഒന്ന് ഓർക്കണം കേട്ടോ. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ.